ഫ്രണ്ടിലത്തെയും അതുപോലെ ബാക്കിലത്തെ ടയർ മാറ്റാറുണ്ട്. കുറച്ച് ലോങ് ഒക്കെ പോകുന്നത് കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ടയർ മേടിച്ചേട്ടാ. അതിൻ്റെ പ്രൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ട്രാവലിംഗ് എന്നല്ല കേട്ടോ പോകുന്നത്. നമ്മുടെ വണ്ടി കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ മൊത്തത്തിലൊന്ന് റെഡിയാക്കാനാണ്. അപ്പോൾ സാധാരണ ഞാൻ ട്രാവൽ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റ് പോയി വണ്ടിയാണ് എല്ലാം ക്ലിയർ ചെയ്യുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തുടക്കത്തിലേ നോക്കുന്നത് ഏറ്റവും സേഫാണ്. അപ്പം ഇപ്പോൾ 2 ആഴ്ചയായിട്ട് നമ്മൾ പോകുന്നില്ല. ആകെ കിട്ടും നമുക്ക് ഞായറാഴ്ചയാണ്. ഇപ്പോൾ ആ കിട്ടുന്ന പ്ലാനൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുവാണ്. അതിൻ്റെ ഇടയ്ക്ക് പനിയായി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വണ്ടി കുറച്ച് മെയിൻ്റെനൻസ് കൂടി ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. അപ്പം വണ്ടി റെഡിയാക്കാനുള്ള ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റാൻ വന്നത്. അപ്പോൾ ഒരു വീഡിയോ ആണ് ഫുള്ളും കാണിക്കാൻ വന്നത്. സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വണ്ടിക്ക് വലിയ പണി കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയൊരു ചേഞ്ച് ചെയ്യാനെല്ലാം ഉണ്ട്, അതൊക്കെയാണ്. ഫ്രണ്ടും ബാക്കും നമ്മൾ ടയർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും അത്യാവശ്യം നല്ല പൊട്ടയായി. ഞാൻ ആദ്യമേ ബാക്ക് മാത്രം മാറ്റാൻ നമ്മൾ പ്ലാൻ ചെയ്യാനാണ്. പിന്നെ അത് മാറ്റിയിട്ട് എന്തൊക്കെയാലും മെയിനായിട്ട് നമുക്ക് സേഫ്റ്റിയാണ് വലുത്. അതുകൊണ്ട് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോളോ ടയറാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പിന്നെ നമ്മൾ ആദ്യമേ ഇൻട്രോ പറഞ്ഞ കണക്ക് തന്നെ വലിയ പണികൾ കാര്യങ്ങളൊന്നുമില്ല. ടയറും പിന്നെ അതുപോലെ ചെറിയ ചെറിയ മെയിൻ്റെനൻസ് പണിയുള്ളൂ. ഇത്രയും ചെറിയ ചെറിയ പണി വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ട്രാവൽ പോകുന്നതിന് മുമ്പ് ആദ്യമേ വർക്ക്ഷോപ്പിൽ പോയി ചെറിയ ചെറിയ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ആദ്യമേ അവിടെ നിന്ന് അത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ പറയുമ്പം നമ്മളെ ചിന്നക്കര ക്ലോക്ക് ടവറിൽ നിന്ന് ബീച്ചിലോട്ട് പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പം ഇത് തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഗണപതിയുടെ ഒരു ക്ഷേത്രം കൂടി ഉണ്ട്. അപ്പം അപ്പോൾ ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെയും അതുപോലെ ബാക്കിലത്തെ ടയർ മാറ്റാറുണ്ട്. ഇത് അങ്ങനെ ബാക്കിലത്തെ ടയർ നമ്മൾ മാറ്റിയേട്ടാ. അപ്പം അത്യാവശ്യം നമുക്ക് കുറച്ച് ലോങ് ഒക്കെ പോകുന്നത് കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ടയർ മേടിച്ചേട്ടാ. അതിൻ്റെ പ്രൈസ് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ ഫ്രണ്ടിലത്തെ ടയറും ബാക്കിലത്തെ ടയറും പിന്നെ അല്ലാതെ കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ട്, ചെറിയ ചെറിയ വർക്കൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും അതുപോലെ തന്നെ നമ്മൾ എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട്. പിന്നെ ചെയിൻ നമ്മൾ ഓൾമോസ്റ്റ് ചെയിൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ അതിനകത്ത് നമ്മൾ ചെയിൻ ലൂപ്പ് ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. അത് അടിച്ചിട്ട് നമുക്ക് പോകുന്നുള്ള പരിപാടിയിലാണ്. അപ്പം ചെയിൻ വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇവിടെ ഒരു ചെയിൻ ലൂപ്പും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പം 250 ഇതിൻ്റെ കുറഞ്ഞ ഉണ്ടായിരുന്നു 160 ഉണ്ടാകും. അതില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് മേടിച്ചത്. അപ്പോൾ എന്തെങ്കിലും വേണ്ടി ഇപ്പം വണ്ടി വാഷ് ചെയ്തിട്ട് അതുപോലെ ചെയിനൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ ഇത് അടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം അടുത്ത ട്രാവലിങ്ങൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ.